എല്ലാവർക്കും നമസ്കാരം. അപ്പെക്സിലേക്ക് ഈ സൂം മീറ്റിംഗ് ഒരു 5 മിനിറ്റ് ഞാൻ റണ്ണിങ്ങിലാണ്, അതുകൊണ്ടാണ് താമസം ഉണ്ടായത്. ഓക്കെ, പറഞ്ഞ റേഞ്ച് ഒന്ന് കിട്ടി ലെവലായി വരണ്ടേ, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. കാരണം നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ റണ്ണിങ്ങിലൊക്കെ സമയത്ത് കറങ്ങാൻ കറക്റ്റ് റേഞ്ചും കിട്ടിയില്ല. അപ്പൊ ഏതായാലും ഞാൻ നമ്മൾ ഈ പ്ലാന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മഹത്തായ ഒരു ലീഡർ ഉണ്ട്, ആ ലീഡറെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് കറക്റ്റ് അപ്പെക്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾക്ക് ഇന്നൊരു പുതിയ അപ്ഡേഷൻ ഉള്ളത്, നമ്മൾ അപ്പെക്സ് ടോക്കൻ എന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു എക്സ്ചേഞ്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ആ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമുക്ക് എന്തുണ്ട് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഏതായാലും യു ആർ വെൽക്കം അരുൺ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് ചെറിയൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിവേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് അരുൺ എന്നാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്യാത്തത്. എനിവേ, അപ്പെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഏതൊരു കാലഘട്ടത്തും ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടാവും. ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള പല അവസരങ്ങളും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവാറ് മിക്കവാറും ആ അവസരത്തിലൂടെ വേറെ പല ആളുകളും സക്സസ് ആയി ഇതിനു ശേഷമാണ്. അപ്പൊ ഇവിടെ എന്താണ് അപ്പെക്സ് ടോക്കൺ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം ലോകം വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ പല രീതികളും, നമ്മുടെ മോഡ് ഓഫ് പല ഓപ്പറേഷൻസും അതുപോലെ തന്നെ ടെക്നോളജിക്കലി ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത പല കാര്യങ്ങളും അല്ല ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോ പണം കയ്യിൽ കൊണ്ട് നടക്കാത്ത ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നുള്ള രൂപത്തിൽ കാർഡ് പേയ്മെന്റ് ഉണ്ട്. ഈ രൂപത്തിലൊക്കെ മാറി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഇന്റർനാഷണലി അല്ലെങ്കിൽ പുറം രാജ്യങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ മുൻകാലങ്ങളിലൊക്കെ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ മറ്റ് കറൻസീസിന്റെ ആവശ്യകത നമുക്ക് ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ഗ്ലോബലൈസേഷൻ, അതായത് ടോട്ടലി ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല രാജ്യങ്ങളുടെ പ്രോഡക്ട്സുകളാണ്, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നാണ് പല രാജ്യങ്ങളും, അതായത് കച്ചവട രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇതിനനുസരിച്ച് പല രാജ്യങ്ങളും തമ്മിൽ നമുക്കറിയാം കറൻസികളുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ US$ ആവശ്യം ഇന്ത്യക്ക് ആവശ്യമുണ്ടാവും, ഇന്ത്യൻ കറൻസി പല രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഈ രീതിയിലൊക്കെ പല രീതിയിലും മാർക്കറ്റിൽ കറൻസികൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന അപ്പെക്സ് ടോക്കൺ എന്നുള്ള ഒരു പ്രോജക്റ്റ് ഒരുപക്ഷെ പുതിയ ആളുകളെ സംബന്ധിച്ച്, ഒരുപക്ഷെ പുതിയ ആളുകൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഒരു മേഖലയെ കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഒരു ക്രിപ്റ്റോ കറൻസി എന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ടൈം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് യുക്തിയൊക്കെ അനുസരിച്ച് ഒരു തീരുമാനം എടുത്ത് ഒന്നുകിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ രീതിയിൽ പറയാൻ കാരണം, പലപ്പോഴും പല അവസരങ്ങളും നമ്മളെ മുമ്പിൽ വരുമ്പോൾ അത് അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചും ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ എന്താണ് ക്രിപ്റ്റോ എന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്റെ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് വിചാരിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റിന്റെ പേര് അപ്പെക്സ് ടോക്കൺ എന്നാണ്. അപ്പെക്സ് ടോക്കൺ നമുക്ക് അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ്സ് എ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ. നമുക്ക് ഒരുപക്ഷെ പുതിയ ആളുകളെ സംബന്ധിച്ച് മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ചില ഡൗട്ടുകൾ ഉണ്ടാവും. നമുക്ക് വഴിയെ ക്ലിയർ ചെയ്യാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പെക്സ് ടോക്കൺ എന്നുള്ളത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ആ ക്രിപ്റ്റോ കറൻസി ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെയാണ് വർക്ക്ഔട്ട് ചെയ്തത്.
അവിടെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനാണ് നമ്മൾ ഇപ്പോൾ PNP നെറ്റ്വർക്ക്, അതുപോലെ എത്തേറിയം, ട്രോൺ എന്ന് പറഞ്ഞ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ ഒരു മൾട്ടി ചെയിൻ 3 നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോക്കൺ ആണ് അപെക്സ് ടോക്കൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്രിപ്റ്റോ കറൻസി ആണെന്ന്. എന്താണ് ഒരു ക്രിപ്റ്റോ കറൻസി? എന്താണ് ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ കറൻസി എന്നുള്ള വേർഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. നമുക്കറിയാം നമ്മൾ പണം എന്ന് പറയുന്ന ഒരു വസ്തുത. ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച പണത്തിന്റെ രൂപമൊക്കെ മാറി ഇന്ന് പല രീതിയിൽ ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അപെക്സ് ടോക്കൺ എന്നുള്ളത്. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അപ്പൊ ആ കറൻസി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം എവല്യൂഷൻ ഓഫ് മണി നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൈമാറി മറ്റു സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ബാർട്ടർ സിസ്റ്റം. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചാണ്. പക്ഷെ പിന്നീട് കുറച്ചു പേര് ഈ ഒരു ബാർട്ടർ സിസ്റ്റം എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആടിനെ കൈമാറി പശുവിനെ വാങ്ങിക്കുക, അതല്ലെങ്കിൽ തേങ്ങ കൈമാറി അടക്ക വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്. ഒരു ആക്യുറസി കിട്ടില്ല. അപ്പൊ ആ ഒരു ആക്യുറസിക്ക് വേണ്ടി പിന്നീട് വന്നൊരു സിസ്റ്റം ആയിരുന്നു പ്രഷ്യസ് മെറ്റൽസ് യൂസ് ചെയ്യുക. നമുക്കറിയാം ചെമ്പ്, വെള്ളി, ഗോൾഡ് തുടങ്ങിയുള്ള മെറ്റൽസ് യൂസ് ചെയ്യുക. അപ്പൊ അതും ഓരോ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് നല്ല. അപ്പൊ ഓരോ പ്രദേശത്തേക്ക് ഓരോ രീതിയിലായിരുന്നു അതൊക്കെ ക്രമീകരിച്ചെങ്കിൽ അതിനുശേഷം ഒരു ഗവൺമെന്റ് ലെവലിൽ വന്ന സമയത്താണ് ഒരു ഗോൾഡ് ബാക്ക്ഡ് കറൻസി ഫോം ചെയ്യുന്നത്. അത് നമുക്കറിയാം റുപ്പീസ് ചില്ലറ നാണയങ്ങളും അതോടൊപ്പം തന്നെ പേപ്പർ നോട്ടുകളുമായിട്ട് വന്നു. അത് ഒരു രാജ്യത്തിന്റെ കറൻസി ആണെങ്കിൽ പോലും ഗോൾഡിന്റെ ഒരു രാജ്യത്തിന് എത്ര ഗോൾഡ് സമ്പത്തുണ്ട് അതിനനുസരിച്ചായിരുന്നു ആ കറൻസി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും കറൻസി ഗോൾഡിന്റെ വാല്യൂവിനനുസരിച്ച് വലിയ ഫ്ലക്ച്വേഷൻ വന്ന സമയത്ത് ഗോൾഡ് അല്ല ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പദ്ഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരു കറൻസി എന്നുള്ള രൂപത്തിലാണ് ഒരു നൂതന ആശയം വന്നത്. അതാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ US ഡോളർ ആണെങ്കിലും മറ്റു രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കറൻസി അതാണ്. ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പദ്ഘടനയാണ് ആ കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ വാല്യൂ. ഇപ്പൊ നമുക്കറിയാം രൂപയുടെ വാല്യൂ ഡോളറിന് അഗെയിൻസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു ഇന്ത്യയുടെ മൊത്തം ഗ്രോത്തും അതോടൊപ്പം തന്നെ US ഗ്രോത്തും ആണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് ഇന്ന് ഏറ്റവും നൂതനമായി ഒരു ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ് ബിറ്റ്കോയിൻ. ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാരണം ആ ഒരു എന്താണ് അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ക്രിപ്റ്റോ കറൻസിയിൽ എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ അഡ്വാൻറ്റേജസ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റ് കറൻസികളൊക്കെ ഓരോ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി പറഞ്ഞാൽ ഇന്റർനാഷണലി ലോകത്ത് ഏതൊരു സ്ഥലത്തും ഒരേപോലെ വാല്യൂ ഉള്ള ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അതായത് ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെയോ വേരിയേഷൻ അനുസരിച്ച് മാറാത്ത ഒരു കറൻസി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അത് ഒരേ വാല്യൂ ആണ്, ഒരേപോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് എവിടെയാണ് ഇപ്പൊ ഒരു പക്ഷെ നമ്മൾ ഇന്ത്യൻ റുപ്പി ആയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷെ ഇത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പുതിയ ആളുകൾ സംബന്ധിച്ച് ഡീസെൻട്രലൈസ് എന്നൊക്കെ പറയുമ്പോൾ പല ഡൗട്ട്സും ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പതിയെ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരും. ഞാൻ ജസ്റ്റ് ചെറിയൊരു ടൈമിൽ ഈ ഒരു കാര്യങ്ങളൊന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്താണ് ക്രിപ്റ്റോ കറൻസി ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിപ്റ്റോ ദ ഫ്യൂച്ചർ ഓഫ് മണി എന്നൊക്കെയുള്ള ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പൊ പല ആളുകളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആളുകൾ മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അതോറിറ്റി ഇല്ല. ഇപ്പൊ ഈവൻ ഇന്നുകൂടി ഞാനൊരു ഒരു ഒരു ഗൂഗിൾ പേ ഒരു പേയ്മെന്റ് ചെയ്ത സമയത്ത് ആ പേയ്മെന്റ് ഞാൻ എങ്ങോട്ടാണോ ചെയ്തത് അവിടെ എത്തിയിട്ടുമില്ല, എന്റെ വാലറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഒരു 7 ഡേയ്സിനുള്ളിൽ അത് റിട്ടേൺ വരും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വന്നു. പക്ഷെ അതിനൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് പേയ്മെന്റ് നടത്തിയാലും ബാങ്ക് അത് വെരിഫൈ ചെയ്തിട്ടാണ് ആ പേയ്മെന്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ രീതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു അതോറിറ്റി ഉള്ള സിസ്റ്റമാണ് സെൻട്രലൈസ്ഡ്. എല്ലാം ആ സെന്ററിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇതിനെയാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഫോർമാറ്റ് വരുന്നത് പണ്ട് എന്താ പറയാ ഒരു അയൽ വക്കം എന്നുള്ള രീതിയിൽ
എന്താ പറയുക ഒരു സിസ്റ്റം, ഒരു ഗ്രാമത്തിന് ഒരു തലവൻ ഉണ്ടാവും. ആ തലവന്റെ അടുത്താണ് എല്ലാ പ്രോഡക്ട്സും എത്തിക്കുക. അതിനുശേഷം അവിടുന്നാണ് പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ആ ഒരു സിസ്റ്റം ആണ് ശരിക്കും സെൻട്രൽ, അതിന്റെ ബേസ് എന്നാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നുള്ള ഒരു രീതി ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആയിരിക്കും. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത് ഒരു ബയറും സെല്ലറും തമ്മിൽ മാത്രമേ ഇവിടെ കോൺട്രാക്ട് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു വാലറ്റ്, നമ്മളെ അക്കൗണ്ടിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി മറ്റൊരു ആൾക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ വാലറ്റിൽ നിന്ന് ഡയറക്റ്റ് അയാളിലേക്ക് അത് എത്തുന്നു, മറ്റൊരു സെൻട്രൽ ഏജൻസിയിൽ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്കാമുകൾ, ബാങ്ക് ഓറിയന്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കാരണം ഇത് നമ്മുടെ വാലറ്റ് ആണ്, അതിന്റെ പാസ് കീ നമ്മളെ കയ്യിലുണ്ടാവുക, അത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക്. അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു സെൽഫ് എക്സിക്യൂട്ടിംഗ് കോൺട്രാക്ട് ആണ് വിത്ത് ദ ടേംസ് ഓഫ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അത് ബീങ് ഡയറക്ട്ലി റിട്ടേൺ ഓഫ് ലൈൻസ് ഓഫ് കോഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ, ഒരു അൽഗോരിതത്തിലൂടെ അയക്കപ്പെടുന്നതാണ്. അത് വെരിഫൈ ചെയ്യുന്നതും ഈ ഒരു ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന, ഇതുപോലുള്ള ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളാണ് അതിൽ വെരിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആക്യുറസിയാണ്. കാരണം നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് ഒരു 15 സെക്കൻഡിനുള്ളിൽ അത് അപ്പുറത്തേക്ക് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്ക് കിട്ടുന്നുണ്ട്. രണ്ട്, ട്രാൻസ്പെറൻസിയാണ്. നമ്മൾ ബയറും സെല്ലറും മാത്രം ഇൻവോൾവ് ചെയ്യുന്നു. മൂന്ന്, സെക്യൂരിറ്റിയാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമ്മൾ ഇപ്പൊ ഒരു ബാങ്കിലോ അല്ലെ ഒരു ഇൻഷുറൻസ് സെക്ടറിലോ അല്ലെ മറ്റെവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു പക്ഷേ അതിനെ എന്തെങ്കിലും എഫക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പണം അവിടെ നഷ്ടപ്പെടുന്നു. ഇപ്പൊ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 1 കോടി രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താലും ആ ബാങ്കിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന് കിട്ടുള്ളൂ. നിങ്ങൾ പാസ്ബുക്ക് ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂർ ആയ, അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. നമ്മളെ വാലറ്റ് തന്നെയാണ്, നമ്മളെ ഓൺ പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോലും നമ്മളെ കയ്യിലല്ല, പക്ഷെ ഇവിടെ നമ്മുടെ വാലറ്റ് തന്നെയാണ്, നമ്മളാണ് അതിന്റെ അതോറിറ്റി. കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. അതോടെ തന്നെ എഫിഷ്യൻസി, വളരെ ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇതാണ്, പേപ്പർ ഫീ ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു കറൻസി ആണെങ്കിലും നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യണേ, നമുക്കറിയാം മണി ട്രാൻസ്ഫറിൽ എക്സ്ചേഞ്ചിൽ പോകണം, ഇനി അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിൽ പോകണം, അവിടെ ഒരുപാട് ജീവനക്കാരുണ്ട്, അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് വേണം അല്ലെ, കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ആക്സസറീസും എ സിയും മറ്റുള്ള ഇതായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് വേണം. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് തൊട്ട് താഴോട്ട് ഈ കറൻസിയെ മോണിറ്റർ ചെയ്യുന്ന വലിയൊരു അതോറിറ്റി തന്നെ അതിന്റെ പുറകിലുണ്ട്. അപ്പൊ അത് വലിയ രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു 3-4 ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് ബാങ്കിൽ നിന്ന് പിടിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസിനും അവർ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട്, ATM ഉപയോഗിക്കുന്നതിന് പിടിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇങ്ങനെ 1 രൂപ പോലും നമുക്ക് ചെലവാക്കാത്ത രൂപത്തിൽ നമുക്ക് ഈവൻ ഒരു പേപ്പർ വർക്ക് പോലും ഇല്ലാത്ത ഒരു കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ച് നഷ്ടമല്ല. പിന്നെ ട്രസ്റ്റഡ് ആയിട്ട്, അത്രയും ട്രസ്റ്റഡ് ആണ്. ഒരു ട്രാൻസാക്ഷൻ പോലും നമുക്ക് ട്രസ്റ്റഡ് അല്ലാതെ അല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ആയി പോകും, ഇതിനൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സേവിങ്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ കറൻസി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു ലെവലുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചൊരു കറൻസി വലിയ രീതിയിൽ ഒരു വർധനവിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ വലിയ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പല നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് രൂപയില്ലേ. പക്ഷെ ആ രൂപ എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇന്റർനാഷണലി നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരാളുടെ അസറ്റ്, ഇപ്പൊ ഒരു പക്ഷേ വലിയൊരു ബിസിനസ്സുകാരൻ, ഇപ്പോ അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പ്, അവരൊക്കെ അവരുടെ മൊത്തം സമ്പത്ത് ഇന്ത്യൻ രൂപയിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നാളെ രൂപയുടെ മൂല്യം കുറയുന്ന സമയത്ത് ഇന്റർനാഷണൽ ലെവലിൽ അവർ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്റർനാഷണലി ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും സേഫ് ആയിട്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സേവിങ്സ് കൂടിയാണ്. അതുപോലെ തന്നെ ബാക്കപ്പ്, ഈ നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും ഒരിക്കൽ പോലും നമുക്കത് ഒരാൾക്ക് പോലും ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ എല്ലാ ബാക്കപ്പും അവിടെ ഉണ്ടാവും. കാരണം ഒരിക്കൽ പോലും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാങ്കിൽ കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സോഫ്റ്റ്വെയറിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡാറ്റ വേണമെങ്കിൽ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. സ്പീഡ് ഞാൻ പറഞ്ഞു 15 സെക്കൻഡ്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ ക്രിപ്റ്റോ എന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായി.
മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ജസ്റ്റ് ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ലോകം ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയാൻ കാരണം? ഇന്ന് ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും എന്തുകൊണ്ട് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രിപ്റ്റോ അറിയാത്ത ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ബിറ്റ്കോയിൻ ആണ് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. 2010 നമുക്കറിയാം, 2010 10 ഗ്രാം ഗോൾഡിന്റെ, ഒരു പവന്റെ അല്ല 10 ഗ്രാം ഗോൾഡിന് 20,000 രൂപയായിരുന്നു വില. അല്ലെ? നമുക്കറിയാം ഗോൾഡ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗോൾഡൊക്കെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടൻ എന്ന് പറയാറുണ്ട്. അപ്പൊ 2010 20,000 രൂപ വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷെ 2024 അത് 67,000 രൂപയായി. ഇന്ന് പല ആളുകളെ സംബന്ധിച്ചും ഗോൾഡ് മിസ് ചെയ്തിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ പറയും അയ്യോ അന്ന് ഉള്ള ഗോൾഡ് കുറച്ച് ആളുകൾ വിറ്റ് പോയിട്ടുണ്ട്, അല്ലെ ഇത്രയും ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 മടങ്ങ് ഗ്രോത്ത് ഗോൾഡിന് ഉണ്ടായിട്ടുണ്ട്, അല്ലെ 3-4 മടങ്ങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വരികയാണെങ്കിൽ, ബിറ്റ്കോയിന് 2010 നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ കയറി അടിച്ചു നോക്കുക. വാല്യൂ എന്ന് പറയുന്നത് $0.003 ആണ്. $3 എന്ന് പറഞ്ഞാൽ ഇന്ന് ഡോളറിന് 90 രൂപയാണ് എന്ന് വിചാരിക്കാം. 90 രൂപ ഇല്ല, പക്ഷെ അന്ന് അതിനേക്കാളൊക്കെ എത്രയോ കുറവാണ് വാല്യൂ. പക്ഷെ എന്നിരുന്നാൽ പോലും രൂപയായിട്ട് കമ്പയർ ചെയ്യും, എന്നാൽ പോലും ഇന്നത്തെ വാല്യൂ കൂട്ടിയാൽ പോലും 27 പൈസ മാത്രം ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ 2024 അതിന്റെ വില $60,000 എന്ന് പറഞ്ഞാൽ 60,000 ഇൻറ്റു 90. നിങ്ങൾ ചിന്തിച്ചു നോക്കാം. എങ്ങനെ പോട്ടെ 50 ലക്ഷത്തിന്റെ മുകളിൽ, അത് 27 പൈസക്ക് 1 രൂപയുള്ള സാധനമാണ് 50 ലക്ഷം രൂപയായെങ്കിൽ 50 ലക്ഷം മടങ്ങ് അത് വർദ്ധിച്ചു എന്നുള്ള. അപ്പൊ ഇത് പല ആളുകളെ സംബന്ധിച്ച് ഇന്നും വിശ്വസിക്കുന്ന ഗോൾഡ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് മോഡ്. ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ ആരോട് വേണമെങ്കിൽ ചോദിക്കാം. ബിറ്റ്കോയിൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് ക്രിപ്റ്റോ കറൻസി. ഇതിനർത്ഥം ലോകം മുഴുവൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡിലല്ല, മറിച്ച് ബിറ്റ്കോയിനിലാണ്. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്ന ഒരു 4-5 വർഷം കൊണ്ട് തന്നെ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മൊത്തം മാറുകയും ഇന്ന് ഇന്നത്തെ ഗോൾഡിന്റെ മാർക്കറ്റിൽ നിന്ന് വളരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ആളുകൾ ലോകം മൊത്തം ക്രിപ്റ്റോയിലേക്ക് മാറി. അതായത് ഇന്ന് $0.03 ഉള്ള പോലെ ഇന്ന് ചെറിയ വാല്യൂ ഉള്ള കുറെ കോയിൻസ് ഉണ്ട്. ആളുകൾ അതൊക്കെ വാങ്ങിക്കുകയാണ്. കാരണം വാങ്ങിക്കുന്ന സമയത്ത് അതിന് വാല്യൂ കൂടും, അവർക്ക് വലിയ വാല്യൂ വരുന്ന സമയത്ത് അത് വിൽക്കാൻ സാധിക്കും. ഈ രീതിയിലേക്ക് ലോകത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാറിക്കഴിഞ്ഞു. അതും ഇനി ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. കാരണം ബിറ്റ്കോയിൻ ഇന്നിപ്പോ 50 ലക്ഷം രൂപയുള്ള ബിറ്റ്കോയിൻ അത് 1 കോടി രൂപയാവണം. ചിലപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 100 കോടി രൂപ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് 200 കോടി രൂപ ആവണമെങ്കിൽ ബിറ്റ്കോയിന്റെ വാല്യൂ ഡബിൾ ആവണം. പക്ഷെ അതേ സമയത്ത് ചെറിയ വാല്യൂ ഉള്ളത്, 0.00 ഒക്കെ വാല്യൂ ഉള്ളത് വാങ്ങിച്ചാൽ അതൊരു $1 ഒക്കെ ആകുമ്പോൾ അത് ഒരു 10-20 മടങ്ങ് വർദ്ധിക്കുന്നുള്ളതാണ്, ഡബിൾ അല്ല വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വാല്യൂ ഉള്ള കോയിൻസിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസി എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഇപ്പൊ ഗോൾഡ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് സപ്ലൈ ആണ്. ഞാനിപ്പോ പറഞ്ഞ ബിറ്റ്കോയിൻ എന്തുകൊണ്ട് അതിന്റെ വാല്യൂ കൂടുന്നു ചോദിച്ചാൽ 21 ബില്യൺ ആണ് ബിറ്റ്കോയിൻ ടോട്ടൽ സോഴ്സ്. അതിൽ ഒരു ബിറ്റ്കോയിൻ പോലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ടോട്ടലി നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 21 ബില്യൺ ആണ്. പക്ഷെ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഗോൾഡിന് ഒരു സോഴ്സ് ഉണ്ട്, നാളെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സോഴ്സ് വന്നു. നമുക്കറിയാം സോഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ റിസോഴ്സ് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡിമാൻഡ് കുറയും, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ചില സമയത്ത് കോഴിയൊക്കെ ഭയങ്കരമായിട്ട് വില കൂടും, പെരുന്നാൾ സമയം അല്ലെ ഓണം സമയമൊക്കെ, കാരണം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ചില സമയത്ത് ഉള്ളിയൊക്കെ ചിക്കനേക്കാൾ വില കൂടും. പക്ഷെ ഇത് നേരെ തിരിച്ചു വരും, ഡിമാൻഡ് കുറയുന്ന അവസ്ഥ വരും. സോഴ്സ് കൂടി കഴിഞ്ഞാൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ. ഇപ്പൊ അടുത്ത കാലത്ത് കോഴിയൊക്കെ വളരെ ചെറിയ രൂപത്തിൽ 80 രൂപ 75 രൂപയ്ക്ക് കിലോ വാങ്ങിച്ച ആളുകൾ, അതിന് താഴ്ന്ന വിലയുണ്ട്. അപ്പോ ഇവിടെ മനസ്സിലാക്കുക, ഇത് നോൺ സോഴ്സ് ആണ്, ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗോൾഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നാളെ വലിയൊരു ഗോൾഡ് ഖനി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗോൾഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ ഗോൾഡിന്റെ വാല്യൂ എന്നതാണ്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കറൻസികളുണ്ട്. ബിറ്റ്കോയിൻ മാത്രമല്ല, ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇത് ആർക്കും പർച്ചേസ് ചെയ്യാം, ആർക്കും സെൽ ചെയ്യാം. ഒരു രാജ്യത്തിന്റെ നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ $, ഒരുപാട് കറൻസി ഉണ്ട്, പക്ഷെ ഒരുപാട് കറൻസി വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവിടെ ഏത് ഇതും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് ത്രെട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ച് ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ പേടി ഉണ്ടാവും ചിലപ്പോ, അയ്യോ ഇതൊക്കെ ആരെങ്കിലും വാങ്ങുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക, 2019
COVID-19 ടൈമിൽ ഇവിടെ ഡൊണേറ്റ് ചെയ്ത്, അതായത് ബ്രെറ്റ്ലി നമുക്കറിയാം ക്രിക്കറ്റ് പ്ലെയർ, അദ്ദേഹം ഇവിടെ റിലീഫിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തത് ഒരു ബിറ്റ് കോയിൻ ആയിരുന്നു. അന്ന് അതിന്റെ വാല്യൂ 40 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു 27 വയസ്സുള്ള സാധനം 40 ലക്ഷം രൂപ. ആ 40 ലക്ഷം രൂപ അയാൾ കൈമാറിയത് ബിറ്റ് കോയിൻ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അയാളുടെ അസറ്റ് ബിറ്റ് കോയിൻ ആയിട്ടാണ് അയാൾ സേവ് ചെയ്തിട്ടുള്ളത്, കറൻസി ആയിട്ടല്ല അയാൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിൽ ഗേറ്റ്സിന്റെ വേർഡ്സ് ആണ് ഇതൊക്കെ, ഗൂഗിളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോബഡി ക്യാൻ സ്റ്റോപ്പ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ ഒരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അതിന്റെ ജേർണി തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ന് പുതിയ കാലഘട്ടമാണ്, ക്രിപ്റ്റോ ആണ്. Bitcoin is exciting me because it show how cheap transactions can be. ട്രാൻസാക്ഷൻസ് എത്ര ചീപ്പ് ആകാൻ പറ്റും, എത്ര വില കുറഞ്ഞ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നത് ബിറ്റ്കോയിനാണ്. കാരണം ചെറിയൊരു ഗ്യാസ് ഫീ മാത്രം, ഒരു സ്ഥാപനം വേണ്ട, റിസർവ് ബാങ്ക് വേണ്ട, അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റി വേണ്ട, സ്ഥാപനങ്ങൾ വേണ്ട, AC വേണ്ട, മറ്റ് സ്റ്റാഫുകൾ വേണ്ട, ഒന്നും വേണ്ട, ലോക്കർ വേണ്ട, ഒരു സംവിധാനം വേണ്ട. ഇത്രയും സിമ്പിൾ ആയിട്ട്, അതായത് ഒരാൾക്കും അയാളുടെ പണം വേസ്റ്റ് ആവാതെ ഒരു വലിയ സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോ ഇന്ന് നമ്മൾ എലോൺ മസ്ക് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനാണ്. അദ്ദേഹം ഐ ഹാവ് ഡിസൈഡ്, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പോസ്റ്റ് ആണ്, ഐ ഹാവ് ഡിസൈഡ് ടു ഗിവ് ഔട്ട് 4000 എത്തേറിയം ടു മൈ, എത്തേറിയം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്, ഫാൻസിന്. അതായത് അദ്ദേഹം വരെ ഫാൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ക്രിപ്റ്റോ കറൻസിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിനെല്ലാം ക്രിപ്റ്റോ വാലറ്റ് വേണ്ടേ? നമുക്ക് എത്ര ആളുകൾക്ക് ക്രിപ്റ്റോ വാലറ്റ് ഉണ്ട്? എത്ര ആളുകൾക്ക് നമുക്ക് ട്രസ്റ്റ് വാലറ്റിനെ കുറിച്ച് അറിയാം, ബിനാൻസിനെ കുറിച്ച് അറിയാം, മെറ്റാമാസ്കിനെ കുറിച്ച് അറിയാം, അല്ലെ കൂക്കോയിനെ കുറിച്ച്, ഇങ്ങനെ എത്ര പേർക്ക് അറിയാം? നമ്മുടെ രാജ്യം ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഫാൻസിന് കൊടുത്തോണ്ടിരിക്കുന്നത് എന്താണ്? ക്രിപ്റ്റോ ആണ്. എനിക്കൊന്ന് ബ്രെറ്റ്ലി ഇന്ത്യയിൽ വന്ന് ഒരു ബിറ്റ് കോയിൻ കൊടുത്തപ്പോ, ബിറ്റ് കോയിൻ ഡൊണേറ്റ് ചെയ്തപ്പോ അത് വാങ്ങാൻ ഇന്ത്യക്ക് വാലറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ബിനാൻസ് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ടാക്സിന്റെ വിഷയമായിട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബിനാൻസ് ഇപ്പോൾ ഓൾറെഡി തിരിച്ചു വന്നു ഇന്ത്യയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക, അത്രയും ലേറ്റ് ആയിട്ടാണ് പല ടെക്നോളജിയും വരുന്നത്. അപ്പൊ ലോകം സഞ്ചരിച്ച് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓടിത്തുടങ്ങുന്നത്. അപ്പൊ ഈ ലോകത്ത് ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, അവിടെ ഏറ്റവും പുതിയ ഒരു പ്രോജക്റ്റ് ആണ് അപെക്സ് ടോക്കൺ. ഇവിടെ ഗവൺമെന്റ് ഓഫ് UK, നിങ്ങൾക്ക് UKയുടെ ഗവൺമെന്റ് സൈറ്റിൽ കയറി അപെക്സ് ടോക്കൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കമ്പനി നമ്പർ, അതിന്റെ ഡീറ്റെയിൽസ്, ഇൻകോർപ്പറേഷൻ ലൈസൻസ്, മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഓഫീസ് അഡ്രസ് ഉണ്ട്. അതുപോലെ ഇതിന്റെ ഡയറക്ടർ അഭിജിത് മാണി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിന്റെ എല്ലാ കാര്യങ്ങളും 30 പേജുള്ള PDF സബ്മിറ്റ് ചെയ്യും. അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ടാറ്റയുടെ ഷെയർ വാങ്ങാം, അതിൽ റിലയൻസിന്റെ ഷെയർ വാങ്ങാം. അതൊക്കെ ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന സെബി, അല്ലെങ്കിൽ സെബി ഇപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന IRDA, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്സ് കൺട്രോൾ സെബി. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അതോറിറ്റിയോട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഷെയർ തരുന്നെങ്കിൽ, ഇവിടെ UK ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ ഷെയർ. അതെന്ന് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനി ആണ് അപെക്സ് ടോക്കൺ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി. ദെൻ ഇവിടെ അതിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞ ഡീറ്റെയിൽസ്, ഏത് ഏജൻസിയാണ് ഓഡിറ്റ് ചെയ്ത് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ്, ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടിയത്. ഇനി ഈ കമ്പനിയുടെ ടോക്കൺ, ഞാൻ പറഞ്ഞു ബിറ്റ് കോയിൻ എന്നുള്ള 21 ബില്യൺ ആണെങ്കിൽ ഇത് 150 ബില്യൺ, അതായത് 15,000 കോടി ടോക്കൺ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഇന്ന് 3000 കോടി BNB എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്കിലൂടെ, ഒരു ബ്ലോക്ക് ചെയിനിലൂടെ തുടങ്ങിയിട്ടുള്ളതാണ്. ഇനി ERC ഉണ്ട്, TRC ഉണ്ട്. ഇതൊക്കെ ഒരു നെറ്റ്വർക്കാണ്. അതൊക്കെ നമ്മൾ വഴിയെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഈ ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓൾറെഡി കമ്പനി കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തു, ദെൻ അസ്ബിറ്റ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ട്രസ്റ്റ് വാലറ്റ്, നമുക്കറിയാം, ഒരു കോയിൻ ട്രസ്റ്റ് വാലറ്റ് ലോഗോ അപ്രൂവ് ആവാൻ തന്നെ ഇത്ര ട്രാൻസാക്ഷൻസ് നടക്കണം, ഇത്ര ഓൾറെഡി ഇത്ര നമുക്ക് എന്താ പറയാ, നമുക്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് വേണം. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ട്രസ്റ്റ് വാലറ്റ് വന്നു, അതുപോലെ മെറ്റാമാസ്കിൽ വന്നു, അതോടൊപ്പം തന്നെ കോയിൻ ബിറ്റ് എക്സ്ചേഞ്ചിൽ വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ട്രസ്റ്റ് വാലറ്റ്? വാലറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് നമുക്കറിയാം പേഴ്സ്, നമ്മളെ കോയിൻ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ വാലറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വാലറ്റ് എന്നുള്ള പേര് വരാൻ കാരണം എന്താ? നമ്മളെ പേഴ്സിലാണ് സൂക്ഷിക്കുന്നത്, അല്ലാതെ ഒരു അതോറിറ്റിയെ ഏൽപ്പിക്കുന്നില്ല. നമ്മളാണ് അതിന്റെ അതോറിറ്റി എന്നുള്ള രീതിയിൽ. ട്രസ്റ്റ് വാലറ്റ് അതൊരു പ്ലാറ്റ്ഫോം ആണ് ട്രസ്റ്റ് വാലറ്റ്. അതുപോലെ മെറ്റാമാസ്ക് അവിടെ നമുക്ക് ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇത് വാങ്ങാനും വിൽക്കാനും നമുക്കറിയാം, കോയിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ കറൻസി ഉണ്ട്, അത് നമുക്ക് US പോകണം, നമ്മൾ ഇവിടുന്ന് അത് മാറ്റി പോകണം, അല്ലെ അവിടുന്ന് മാറ്റണം. ആ മാറ്റുന്നത് ഒരു കറൻസിയിൽ നിന്ന് മറ്റൊരു കറൻസിയിലേക്ക് മാറ്റാം. അതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി
ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, അസ്ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ച്. ഇന്നത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്, ഞാൻ അത് വരുന്നേ ഉള്ളതിലേക്ക്, ഇനി നമ്മൾ ഓൺ ഒരു എക്സ്ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനാൻസ് പോലെ ഒരു എക്സ്ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എനിവേ ഇത്രയും ആണ്, ഈ എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റഡ് ആണ്, കോയിൻ ബീറ്റിൽ ലിസ്റ്റ് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ ബാക്ക്? അതായത് ഈ ഒരു കോയിന്റെ വാല്യൂ കൂടണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കമ്മ്യൂണിറ്റി ഇത് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കമ്പനി ഏൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ബിറ്റ് കോയിൻ എന്നുള്ളത് 27 പൈസയിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോയിനും ഇതുപോലെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അസറ്റ് അത്രയേറെ വലുതാവും. ഒരു പക്ഷേ ബിറ്റ് കോയിൻ 27 പൈസക്ക് വാങ്ങി വെച്ച ആളുടെ ഇന്നത്തെ അസറ്റ് എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കോടികളാണ്, 200, 500, 1000 കോടികളാണ്. അപ്പൊ ആ രീതിയിലൊരു ഗ്രോത്ത് ഇതിന് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസിങ് നടക്കണം, ബൈയിങ് നടക്കണം. അതിനുവേണ്ടി കമ്പനി നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ കോയിൻ വാങ്ങി നിങ്ങൾക്ക് സൂക്ഷിക്കാം. അത് $50 തൊട്ട്, $50 എന്ന് പറഞ്ഞാൽ ഒരു ഡോളറിന് 90 രൂപ വെച്ചാൽ നമുക്ക് 4500 രൂപ വെച്ച് നമുക്ക് വേണമെങ്കിൽ $10,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങി കീപ്പ് ചെയ്യാം. ഒരു 1 ഇയർ 365 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് വെച്ചാൽ, നമ്മൾ എത്ര ഡോളറിനാണോ അല്ലെങ്കിൽ രൂപയാണോ, എത്ര രൂപയ്ക്കാണോ നമ്മൾ കോയിൻ വാങ്ങുന്നത്, അതിന്റെ 1% ഡെയിലി കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ, 1,00,000 രൂപയ്ക്ക് നമ്മൾ കോയിൻ വാങ്ങിച്ചു. 1,00,000 എന്ന് പറഞ്ഞാൽ $1000 അല്ല, അതിൽ കൂടുതൽ വരും. എന്നാൽ ഒരു ഏകദേശം ഒന്ന് പറയാണ്, 90,000 രൂപയ്ക്കാണ് 1000 എന്നല്ല ഞാൻ പറയാണ്. അതായത് 1,00,000 രൂപ കോയിൻ വാങ്ങി സൂക്ഷിക്കുന്ന ഒരാൾക്ക് 1000 രൂപ ഡെയിലി റിട്ടേൺ ഉണ്ടാവും. അത് മാസം വർക്കിംഗ് ഡേയ്സിൽ 20 ദിവസമാണ് 20,000 രൂപ എന്ന് പറഞ്ഞാൽ 20% ഒരു മാസം നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന കോയിന്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് റിട്ടേൺ തരുന്നു. അത് $50 ആണെങ്കിൽ 0.5 1% ആണ്. $100 ആണെങ്കിൽ 1%. അങ്ങനെ 1% to 3% കമ്പനി പറയുന്നുണ്ട്. പക്ഷെ 1% ഇപ്പോൾ എല്ലാവർക്കും ഡെയിലി കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങൾ 1.2 1.5 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് 1% 100% നമുക്ക് പറയാൻ പറ്റും. ഡെയിലി നമുക്ക് 1% നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഡെയിലി 1% എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആകുമ്പോൾ 365 മടങ്ങ് നമ്മളെ എമൗണ്ട് വരും. 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് 3,65,000 രൂപയുടെ റിട്ടേൺ ഈ 365 ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ പല ആളുകളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയേറെ റിട്ടേൺ കിട്ടുക പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഇത് കമ്പനി തരുന്നു വെച്ചാൽ, കമ്പനി ഡെയിലി ട്രേഡിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു 7 ദിവസവും കമ്പനി ട്രേഡ് ചെയ്യുന്നുണ്ട്. 5 ദിവസം ഫോറക്സും മറ്റേ ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 5 ദിവസമാണ് റിട്ടേൺ തരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു റിട്ടേണിൽ കമ്പനി തരുന്നു വെച്ചാൽ, കൂടുതൽ ആളുകളെ ഈ ഒരു കോയിനിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് 100 കോടി രൂപയ്ക്ക് ഈ കോയിൻ വാങ്ങി സൂക്ഷിച്ച ഒരാളുണ്ടാവും, ഉണ്ടെന്ന് വിചാരിക്കും. അയാളെ സംബന്ധിച്ച് $0.1 ഈ കോയിൻ അയാൾക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ $0.1 വാങ്ങിക്കുന്ന ഒരാൾക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, $1 ഈ കോയിന്റെ വിലയെങ്കിൽ 100 കോടി ഇൻറ്റു 10 മടങ്ങായി എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപ അയാളുടെ അസറ്റ്. എന്ന് പറഞ്ഞാൽ ഈ കോയിൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ അവരൊരു ബോർഡ് ഉണ്ടാക്കി, അതിന്റെ ഡയറക്ടർ ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബോർഡ് മീറ്റിംഗ് നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്നുണ്ട് തായ്ലാൻഡിൽ വെച്ചിട്ട്. അപ്പൊ അവരാണ് ഇത് തീരുമാനിക്കുന്നത് എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഏത് രീതി മാർക്കറ്റ് ചെയ്താൽ കോയിന്റെ വാല്യൂ കൂടിയാൽ ഏറ്റവും കൂടുതൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളുടെ അസറ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഈ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു മാർക്കറ്റിംഗിന് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതുപോലും കമ്പനി ട്രേഡ് ചെയ്തിട്ടാണ് നമുക്ക് റിട്ടേൺസ് തരുന്നില്ല. അപ്പൊ ഇതാണ് സ്റ്റേക്കിംഗ് എന്നുള്ള പ്രോഗ്രാം. ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു 365 മടങ്ങ് നമ്മളെ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 365 മടങ്ങ് നമ്മൾ എമൗണ്ട്, അതായത് 3.65 ടൈംസ് നമ്മളെ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലുപരി നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളൊരു സുഹൃത്തിന് ഈ ഒരു കോയിൻ വാങ്ങാൻ താല്പര്യമുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് നിന്ന് വാങ്ങിക്കാം. ഇനി ഏതെങ്കിലും എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലൂടെ വാങ്ങിക്കാം. ട്രസ്റ്റ് വാലറ്റിൽ അത് കീപ്പ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളിലൂടെ വാങ്ങിച്ച ഒരു 365 ദിവസം സൂക്ഷിക്കുമ്പോൾ അയാൾ വാങ്ങിക്കുന്ന കോയിന്റെ 10% നമുക്ക് ഡയറക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ചാൽ 10,000 രൂപ നമ്മുടെ സ്പോട്ടിൽ നമ്മുടെ വാലറ്റിൽ കയറും. അത് USDT ആയിട്ടാണ് കയറുക. ആ USDT 10% നമുക്ക് കിട്ടും. അപ്പൊ നമ്മളൊരു 10 പേരിൽ 1,00,000 രൂപയുടെ കോയിൻ കൊടുക്കുമ്പോൾ ഓരോന്നും 10% എടുത്താൽ 10,00,000 രൂപയായിട്ട് നമ്മളെ വരുമാനം മാറും. അത് USDT ആണ് നമുക്ക് കിട്ടുക. കമ്പനി നമുക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിലുപരി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം
നമ്മുടെയൊക്കെ ഇൻകം വർദ്ധിക്കണമെങ്കിൽ, നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യാണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വരുമാനം കൂടും. അപ്പൊ ഇവിടെ ബൈനറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരാളെ ലെഫ്റ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ ഡയറക്റ്റ് ആണ് വന്നെങ്കിൽ ഓരോ ആളുകളിൽ നിന്നും 10% കിട്ടും. അതോടൊപ്പം അത് മാച്ച് ചെയ്തിട്ട് നമുക്കൊരു 10% കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് ആവണ്ട. ചിലപ്പോൾ നമ്മൾ ഇത് ബിൽഡ് ചെയ്തു, നമ്മളെ ലെഫ്റ്റിൽ ഒരു 10 മെമ്പേഴ്സ് ഈ കോയിൻ വാങ്ങിച്ചു, റൈറ്റിൽ ഒരു 10 മെമ്പേഴ്സ് ഈ കോയിൻ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. അതിലുപരി ഇനി ഇതിൽ ഏത് വ്യക്തി ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒരു ഡോളർ മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു $1000 മാച്ച് ചെയ്താൽ നമുക്കൊരു $100 നമുക്ക് റിട്ടേൺ കിട്ടും. ഇത് എത്ര ലെവലിൽ വേണമെങ്കിലും കിട്ടും. അപ്പൊ ഇത് ആദ്യം ഇപ്പോൾ ബൈനറി എന്ന് പറഞ്ഞ സിസ്റ്റം അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആണ്. ഇനി അറിയാത്ത ആളുകൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഓൺ എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. നമ്മൾ ഓൺ എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഈ ഓൺ എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇന്ന് ഇന്ന് നമ്മൾ ആദ്യം 2 എക്സ്ചേഞ്ച് നമ്മൾ ലിസ്റ്റ് ചെയ്തു. നമ്മൾ ഓൺ എക്സ്ചേഞ്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മളെ കോയിൻ കുറച്ചുകൂടി ആളുകൾക്ക് ആവശ്യം വരുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ എക്സ്ചേഞ്ചിലെ ഗ്യാസ് ഫീ ആയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോയിൻ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇടപാടുകൾ നടത്തുക. കാരണം ആ ഇടപാടുകൾ നടത്താനുള്ള കോയിൻസ്, ഇപ്പൊ ബിനാൻസ് ആണെങ്കിൽ ബിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് BNB എന്ന് പറഞ്ഞൊരു കോയിൻ, BNB എന്ന് പറഞ്ഞാൽ ബിനാൻസിന്റെ കോയിനാണ്. അപ്പൊ ആ ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഈ കോയിൻ യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ കോയിൻ ആവശ്യം വരും. ടോട്ടലി ഇത് പറയാം, അതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പൊ ഈ ഒരു എക്സ്ചേഞ്ചിലെ യൂട്ടിലിറ്റി, അതായത് ഗ്യാസ് ഫീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോയിനാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ബിനാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോയിൻ പെയേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആയി. കാരണം ഇവിടെ നമുക്ക് ഇതിന്റെ ചാനൽ പാർട്ട്ണർ ആയിട്ടുള്ളത് ബിനാൻസ് ആണ്. ബിനാൻസ് ആണ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ എങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതായത് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പൊ ഞാൻ ആ ഒരു വെബ്സൈറ്റ് കയറി നോക്കിയത് അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ മേഖലയിൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളാണ്. അവിടെ ഏറ്റവും ചെറിയ യൂട്ടിലിറ്റി, ഏറ്റവും ചെറിയ ഗ്യാസ് ഫീ ആയിട്ട് നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ എക്സ്ചേഞ്ചിന്റെ യൂട്ടിലിറ്റി കൂടുന്തോറും നമ്മുടെ ഈ ഒരു കോയിന്റെ വാല്യൂ കൂടും. അതോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലും ഈ കോയിൻ ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സ്ചേഞ്ചിൽ ആര് കയറി നോക്കുമ്പോഴും അവിടെ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ കോയിൻ നമുക്ക് അവിടെ ബൈ ചെയ്യാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവർ എന്ത് ട്രാൻസാക്ഷൻ അതിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കോയിൻ കൂടിയേ തീരുള്ളൂ. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ആ എക്സ്ചേഞ്ചിന്റെ ഒരു മോഡൽ ഇപ്പോൾ ഓൾറെഡി ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ എക്സ്ചേഞ്ചിന്റെ ലിങ്ക്. ഇതിൽ കയറി നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് കയറാൻ പറ്റും. ഇതാണ് നമ്മളെ എക്സ്ചേഞ്ചിന്റെ ഓവർവ്യൂ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ മറ്റ് ബിനാൻസും മറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളെ പ്രൊഫൈൽ ആണെങ്കിലും അസറ്റ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അതുപോലെ ഒരു ഇതിന്റെ ഗ്രാഫ് ചെക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ ഈസിയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യപ്പെടും. കാരണം മറ്റ് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാൻ മതി, ആ എക്സ്ചേഞ്ചുകളിലുള്ള പ്രയാസങ്ങൾ, ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിലൊക്കെ വരുന്ന പ്രയാസങ്ങൾ, അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് എക്സ്ചേഞ്ചുകളിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകും. ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനി അടുത്തതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന എക്സ്ചേഞ്ചുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബിറ്റ്മാർക്ക്, എൽ ബാങ്ക്, അങ്ങനെ ബിറ്റ്ജെറ്റ്, ഇങ്ങനെ ST.com അങ്ങനെയുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ അതിന് ഫൈനലി നമ്മൾ ബിനാൻസ്, ഇപ്പൊ ഓൾറെഡി നമ്മൾ ബിനാൻസിന്റെ ഒരു ചാനൽ പാർട്ണർ ആയിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അമേരിക്കയിലാണെങ്കിൽ നമുക്കറിയാം ബിനാൻസിന് പോലെ കുക്കോയിൻ ആണ് അവിടെ നമ്മളെ സർവീസ് പ്രൊവൈഡർ നമ്മുടെ ചാനൽ പാർട്ണർ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോജക്റ്റ് ഞാൻ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്കറിയാം പല മേഖലകളിൽ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചും പല കാര്യങ്ങളും സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഒരു സമയത്ത് ഇപ്പൊ 2013 ബിറ്റ്കോയിൻ ഒക്കെ 2010 അല്ലെങ്കിൽ 2009 സ്റ്റാർട്ട് ചെയ്ത് ബിറ്റ്കോയിൻ ഒക്കെ അത്യാവശ്യം ട്രെൻഡായി വരുന്ന ഒരു സമയം.
പക്ഷെ ആ സമയത്ത് പോലും ബിറ്റ് കോയിൻ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ചിലപ്പോൾ ആ സമയത്തൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ, ഇനി പോട്ടെ ഒരു 1000 രൂപയ്ക്കൊക്കെ ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു, ഒരു ബിറ്റ് കോയിൻ. പക്ഷെ അന്നും നമ്മൾ വാങ്ങിച്ചില്ല. പക്ഷെ അതിന് ശേഷവും ഡോജ് കോയിൻ വന്നു. ഒരു പക്ഷെ നമ്മളൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ബിറ്റ് കോയിൻ ഒക്കെ അവിടെ ഇവിടെയും പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഇന്ത്യയിലേക്കൊന്നും ഇത് വന്നിട്ടില്ല. അല്ലെങ്കിൽ വലിയ രീതിയിൽ പോപ്പുലർ അല്ല. 2014 ഡോജ് കോയിൻ വന്നു. ഇന്ന് വലിയ രീതിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കോയിനാണ്. 2015 XRP വന്നു. പിന്നെ 2016 എത്തേറിയം വന്നു. ഇന്ന് ബിറ്റ് കോയിൻ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന ഒരു കോയിൻ. അതുപോലെ 17 കാർഡാനോ കോയിൻ വന്നു. അതോടൊപ്പം തന്നെ BNB ബിനാൻസിന്റെ കോയിൻ വന്നു. അതോടെ ചെയിൻ ലിങ്ക് വന്നു. ഇങ്ങനെ ഒരുപാട് കോയിൻസ് വന്നു. 2021 ഷിപ്പ് കോയിൻ വന്നു. ഇതൊന്നും നമുക്ക് ഒരു അവസരമായിട്ട് പലപ്പോഴും നമുക്ക് ഒന്നുകിൽ നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ സ്റ്റിൽ ഇന്ന് നിങ്ങൾ എല്ലാവരും 2024 അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. കറന്റ് പ്രൈസ് എന്നത് $0.1 ആണ്. അതായത് $0.1 ആണ് ഇന്നത്തെ പ്രൈസ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് 2025 $5 ഇന്ന് 0.1 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കോയിൻ വാങ്ങിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുക, അത് $1 ആണെങ്കിൽ $1 ആയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപയായി. അത് $5 എത്തിയാൽ നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയായി. അപ്പോൾ പലപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ പണ്ട് പല ആളുകളും ഹൈവേ സൈഡിലൊക്കെ ഹൈവേ വരും എന്നറിയാതെ സ്ഥലം വാങ്ങിച്ചിട്ട് ആളുകൾ ഇപ്പോൾ ചില വയലുകളൊക്കെ നികത്തിയിട്ട് അതിലേക്ക് ഹൈവേ ഒക്കെ പോയ ആളുകളുണ്ട്. ചിലപ്പോൾ വളരെ 1000-2000 രൂപയ്ക്കുള്ള സ്ഥലങ്ങൾ ഇന്ന് ലക്ഷങ്ങളാണ് വാല്യൂ. ഇതുപോലെ തന്നെ ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്. പക്ഷെ ഇത് നമുക്കത് വിശ്വസിക്കാൻ കഴിയണം എന്നുള്ളതാണ്. കാരണം പല ആളുകളെ സംബന്ധിച്ച് ഇതിലൊന്നും ട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒരു 1000-2000 രൂപ കിട്ടുന്ന ഒരാളോട് പറയാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും മാസം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കുക, ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളല്ല പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 10 വയസ്സ് പോലും ആകാത്ത കുട്ടികൾ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി മാസം 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. അത് കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അവസരം ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതിന് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അരുൺ സാർ ഈ പ്ലാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇപ്പൊ ഞാൻ എക്സ്ചേഞ്ചിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാകുന്ന രൂപത്തിലാണ് ഈ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തത്. എന്നിരുന്നാലും വളരെ വൈകിയ വേളയിൽ എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളൂ. ഞാൻ എന്നാൽ എത്രയും കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ മെല്ലെ മെല്ലെ പോകുന്നതല്ല. കാരണം എന്താ, ഓൾറെഡി ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ അപ്പെക്സ് എക്സ്ചേഞ്ച് ഓപ്പൺ ആയല്ലോ. ഓപ്പൺ ആയി നാളെ തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് 10, 15, 20 ദിവസത്തിനുള്ളിൽ നിങ്ങളോട് KYC ഫില്ല് ചെയ്യാൻ പറയും. നാളെ മുതൽ ചെയ്താൽ മതി. ഉച്ചയ്ക്ക് ശേഷം മുതൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. അതിന്റെ എല്ലാ കാര്യങ്ങളും ബിനാൻസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളെ എക്സ്ചേഞ്ചിൽ നടക്കുന്നുണ്ട്. P2P ആകട്ടെ, ട്രാൻസാക്ഷൻ ആകട്ടെ, USDT വാങ്ങാനാവട്ടെ, കൊടുക്കാനാവട്ടെ, അപ്പെക്സ് വാങ്ങാനാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്ന എക്സ്ചേഞ്ച് ആയിരിക്കും. മാത്രവുമല്ല അതിന്റെ റെഫർ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. ഇതെല്ലാം നമുക്ക് നാളെ കഴിഞ്ഞ് നമുക്ക് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അപ്പെക്സില് നമുക്ക് വിഡ്രോവൽ കിട്ടുന്നതും INR കിട്ടുന്നതും എല്ലാ ഓപ്ഷനും അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഓക്കെ. എന്നാൽ പയ്യെ നല്ല ഇത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് മാറാം. എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് വെച്ചാൽ, നമ്മളെ കയ്യിലുള്ള അപ്പെക്സ് ടോക്കന്റെ വാല്യൂ കൂടാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പൊ കമ്പനി വെച്ചിട്ടുള്ളത്. എന്താ, ഇതിന്റെ ഗ്യാസ് ഫീ എല്ലാവരുടെ കയ്യിലും. ഇതിലിപ്പോ 1,00,000 മെമ്പേഴ്സ് വന്നാൽ ഈ 1,00,000 മെമ്പേഴ്സിനും കമ്പനി പറഞ്ഞ എന്താ, 1, 2, 10 അപ്പെക്സ് ടോക്കണെങ്കിലും ഉണ്ടായിരിക്കും. കാരണം എന്താ, ഇതിന് ഫീ വരുന്നുണ്ടല്ലോ, അത് നമ്മളെ ടോക്കനായി മാറുന്നുണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക് ഇതിന് ഹൈ റേറ്റിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, 2 ഓപ്ഷനിലൂടെ നമുക്ക് പൈസ സമ്പാദിക്കാം. ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിട്ട് ഇത് മാറും. നമുക്ക് ട്രേഡ്, നമ്മുടെ ടോക്കൺ തന്നെ ട്രേഡ് ചെയ്യാനും വാങ്ങാനും വിൽക്കാനും നമ്മളെ എക്സ്ചേഞ്ചിൽ പറ്റുന്നുണ്ടാവും. മാത്രവുമല്ല, നമുക്ക് ഈ അപ്പെക്സ് ടോക്കന് നമ്മളെ ഈ
ഈ കറൻസി നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് റെഫർ ചെയ്യാം. എത്രയാ അരുൺ സാർ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് $10,000-15,000 വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാം. $1,000 ആക്കാം, $500 ആക്കാം, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും $50 ബേസിക് പാക്കേജ് എടുത്തിട്ട് നിങ്ങൾ 10, 20, 30 പേർക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ $50 കൊടുത്താലും ഇത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താലും വലിയൊരു അസറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് സൂമിൽ മാണി സാർ വരുന്നുണ്ടാവും. കാരണം അവർക്ക് ശാരീരികമായി സുഖമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എല്ലാവരും റണ്ണിങ്ങിലാണ്, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് വയ്യ മനസ്സിലാവും. ഇനിയും നമുക്ക് എക്സ്ചേഞ്ചുകൾ വരാനുള്ളതാണ്. ഇപ്പൊ നോക്കി നമുക്ക് എൽ ബാങ്ക്, ബിഗ് മാർട്ട് വരാനുള്ളതാണ്. അതിലേറെ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയ എക്സ്ചേഞ്ച് ആണ് നമ്മളെ വസീറക്സ്. വസീറക്സ് നമുക്ക് വരാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടിരിക്കുന്നുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ കമ്പനി അതിലേക്കും വരുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് എക്സ്ചേഞ്ചിന് ഒരു കുറവുണ്ടാവില്ല. കാരണം എന്താ, 12 എക്സ്ചേഞ്ചിനെ കൊണ്ടുവരിക എന്നാണ് കമ്പനിയുടെ ലക്ഷ്യം. അതിൽ ബിനാൻസ് ഉൾപ്പെടുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ, അത്രയും വലിയ എമൗണ്ട് ആവുന്ന സമയത്ത് നമ്മൾ ഇന്ന് വാങ്ങി വെച്ച 9 രൂപയുടെ അല്ലെങ്കിൽ 10 സെന്റിന്റെ അപ്പെക്സ് ടോക്കന് കമ്പനി പറയുന്നത് $5 to $12 ആണെങ്കിലോ ഒരു $5 വന്നാൽ 50 ഇരട്ടിയായി. അല്ല അതൊക്കെ പോട്ടെ, $1 വന്നു വിചാരിച്ചോളൂ, നിങ്ങൾ ഇട്ട അസറ്റ് ഡെപ്പോസിറ്റ് ചെയ്തത് 10 ഇരട്ടിയായി മാറി. നിങ്ങൾക്ക് തരുന്ന ഈ പ്രോഫിറ്റ് ഒന്നും നിങ്ങൾ കണക്കൂട്ടണ്ട. കാരണം എന്താ, ഇതൊക്കെ പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. ഓക്കെ, ഞാൻ സമയം കഴിഞ്ഞു, അതുകൊണ്ട് സോറി. ഇനി എനിക്ക് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും മാക്സിമം 50, 100, 500,000 നിങ്ങളുടെ കപ്പാസിറ്റിക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും പാക്കേജ് എടുത്ത് ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യുക. ടോക്കൺ മാക്സിമം വാങ്ങി വെക്കുക. കാരണം എന്താ, ഈ ടോക്കന് നാളെ 1, 2, 3 മാസം കഴിയട്ടെ, ഈ 16, 17 സെന്റ് ഇപ്പൊ ലൈവുള്ള ടോക്കന്റെ റേറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഓരോരോ അപ്ഡേഷൻ വരുന്ന സമയത്തും നമുക്കത് പോസിറ്റീവ് തന്നെ. ഈ കമ്പനി അടുത്ത മാസം വരാൻ പോകുന്ന ഒരു കാര്യം അവർ 2 മാസം മുന്നേ പറയാം. കാരണം എന്താ, അത് 1 മാസം മുന്നിലേക്ക് വലിച്ചു വേഗം കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾക്കൊക്കെ പറയാം എക്സ്ചേഞ്ച് വരും എന്ന് പറഞ്ഞു, ഇത് ഓൾറെഡി വന്നു. ഇനി എന്താ അതിന് P2P ഉണ്ട്, ട്രേഡിംഗ് ഉണ്ട്, എല്ലാ മേഖലയിലേക്കും അത് മാറിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പറഞ്ഞ അത്ഭുതം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ടഫ് ഉണ്ടാവും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, ഏത് സാധാരണക്കാരനും ഇതിൽ KYC കൊടുക്കാൻ കഴിയണം, അവർക്ക് ട്രേഡ് എടുക്കാൻ കഴിയണം, കൊടുക്കാൻ കഴിയണം, P2P എടുക്കാൻ കഴിയണം, വിഡ്രോ എടുക്കാൻ കഴിയണം, ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയണം, എല്ലാം സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഇത് വിശദമായി പറഞ്ഞു തരുന്നുണ്ടാവും. കാരണം നമ്മൾക്കൊക്കെ ഇന്നേ വന്നിട്ടുള്ളൂ. ഇനി ഇത് നാളെ 2 ദിവസമാകുമ്പോൾ നമുക്ക് തന്നെ എക്സ്പേർട്ടായി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നെക്സ്റ്റ് സൂമിൽ കാണാം. ഗുഡ് നൈറ്റ്.